ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു ചോദ്യമുണ്ടെങ്കിൽ ഞാനും എൻ്റെ അച്ഛനൊക്കെ വയനാട്ടിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവരൊക്കെ കൃഷിയായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അപ്പോൾ നമുക്കറിയാം അന്നത്തെ പലതരം വിത്തുകൾ, ഈ വിത്തുകളുടെ ഒരു പ്രാധാന്യമൊക്കെ ഉണ്ട് നമുക്ക്. പഴയ വസ്തുക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ആളുകൾ എൻ്റെ അടുത്ത് വന്നു. അതായത് പഴയ ഉപകരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, മത്സ്യം പിടിക്കുന്ന ഉപകരണങ്ങൾ, പിന്നെ മൃഗങ്ങളെ വേട്ടയാടുന്ന ഉപകരണങ്ങൾ, ഇതൊക്കെ അന്വേഷിച്ചാണ് അവർ വരുന്നത്. കൊട്ട, വട്ടി എന്ന് വേണ്ട സർവത്ര സാധനങ്ങളൊക്കെ അന്വേഷിച്ച് വന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇതിൻ്റെ കൊണ്ടക്കണം. അപ്പോൾ അവർ പറയാണ് ഇത് നമ്മൾ കാലാകാലമായി നഷ്ടപ്പെട്ടു പോകുക, അതിന് സൂക്ഷിക്കണം, ഇത് ഭാവി തലമുറയ്ക്ക് ഇതിൻ്റെ അറിവ് കൊടുക്കണം, ഇതിൻ്റെ ഉപയോഗം നമ്മളതിനെ അവരെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെയായിരുന്നു അവരുടെ നിന്ന് കിട്ടിയ ഒരു വിശദീകരണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ എനിക്കും തോന്നി അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ വിത്തുകളൊക്കെ പോകുന്നുണ്ടല്ലോ, അതിനാരും സംരക്ഷിക്കും. എനിക്ക് വളരെ രസകരമായിട്ട് എൻ്റെ ഒരു എൻ്റെ ഓർമ്മയിലുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പിന്നെ ചാമ എന്ന് പറയുന്നൊരു മില്ലറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ വളരെ സ്മോളാണ്, അതിൻ്റെ വളരെ ചെറുതാണ് അതിൻ്റെ വിത്ത്, അതിൻ്റെ പിന്നെ ധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വിത്ത് വാങ്ങാൻ ഞാനൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആദിവാസി കർഷകൻ്റെ വീട്ടിൽ പോകുന്നു. എനിക്കൊരു 5-6 വയസ്സാണ്. എൻ്റെ അച്ഛൻ്റെ കൂടെ പോകുമ്പം അവിടെ വെച്ചിട്ട് ഈ വിത്ത് നമുക്കൊരു പാത്രം, ഒരു മറ്റേ സേറ് പോലത്തെ ഒരു സാധനം കൊണ്ട് അളന്ന് നമ്മളുടെ ഒരു സഞ്ചിയിലേക്ക് ഇടുമ്പോൾ 2-3 വിത്ത് താഴെ പോകുന്നുണ്ട്. അപ്പോൾ ഈ വിത്ത് അദ്ദേഹം പെറുക്കിയെടുക്കുന്നത് തുപ്പൽ കൈയിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ചിട്ട് അത് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ എപ്പോഴും എൻ്റെ മനസ്സിൽ, കാരണം അത്രത്തോളം പ്രാധാന്യമുണ്ടൊരു വിത്തിന് എന്ന് നമുക്ക് ആ ഒരു തിരിച്ചറിയുന്നതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഇങ്ങനെ നമ്മളെ പരമ്പരാഗതമായ വിത്തുകൾ മുഴുവനും ഇല്ലാതാവുന്നത് കണ്ട്, കാരണം ഈ പറയുന്ന ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി, ഹരിത വിപ്ലവം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി പഴയ വിത്തുകൾ മുഴുവൻ പോവുകയും അമിത ഉൽപ്പാദനമുള്ള വിത്തുകൾ വരികയും ചെയ്യുന്നത്. ആ ഒരു പീരീഡിലാണ് നമ്മൾ ഇങ്ങനെ അത് രണ്ടും കൂടി ഒന്നിച്ചാണ് വരുന്നത്. ഒന്ന് നഷ്ടപ്പെടുന്നു, മറ്റേത് കൂടുതൽ വ്യാപകമാവുന്നു എന്ന നിലയിലാണ് ഇത് കാണുന്നത്. ഇത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. അമ്മാവൻ്റെ 5-6 തരം വിത്തും പിന്നെ ഞാൻ എല്ലാ വർഷവും വിത്തുകൾ ശേഖരിച്ച് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയത്. അപ്പോൾ ഓരോരുത്തരും വിത്ത് കേൾക്കുമ്പോൾ പുച്ഛിക്കുകയാണ് ചെയ്തത്. എന്തിനാ അതൊക്കെ, ഡബിള് വിളവുണ്ടാവുന്ന നെല്ലുകളുണ്ടല്ലോ എന്നാണ് ആളുകൾ എന്നെ പുച്ഛിച്ചത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, നിങ്ങളത് ചെയ്തോളൂ, എനിക്ക് വിരോധമില്ല. അദ്ദേഹത്തിനോട് തൃപ്തിപ്പെടുത്തി ഞാൻ വിത്ത് എടുത്തും പോരും. അങ്ങനെയാണ് ഞാൻ ഈ വിത്തുകളൊക്കെ ഏകദേശം 60-63 ഇനം വിത്തുകളോളം ഞാൻ ശേഖരിച്ചു. നമ്മളൊരു മാധ്യമപ്രവർത്തനം എന്നുള്ള എനിക്ക് നമുക്ക് ഈ ഒരു നമ്മുടെ ശ്രദ്ധയിൽ വരികയും അപ്പം ഈ പറയുന്ന പരമ്പരാഗതമായ വിത്തുകൾ പിന്നെ സംരക്ഷിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം വരികയൊക്കെ ആ ഘട്ടത്തിൽ.